എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ശ്രുതി അച്ഛൻ ജയിലിൽ നിന്ന് വരാനായിട്ട് ചന്ദ്ര പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയി ശയന പ്രദക്ഷിണവും കർപ്പൂരാരതിയും ഏത്തവും ഒക്കെ ഇട്ട് ആകെ വെയ്യാതിരിക്കുകയായിരിക്കും. ശ്രുതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ചന്ദ്ര കാണുന്നുണ്ട്. നീ എന്താടാ കാണിക്കുന്നത്? മര്യാദയ്ക്ക് ഇങ്ങ് പോരെ, നീ ഇനി അവളുടെ അടുത്ത് ഇരിക്കണ്ട. അങ്ങനെ പിന്നീട് രവി പറയുന്നുണ്ട്, രാവിലെ തൊട്ട് എല്ലാ വഴിപാടുകളും ചെയ്ത് ശ്രുതി ആകെ ക്ഷീണിച്ചിരിക്കല്ലേ, അവൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് ശരിയാണല്ലോ. എടി രേവതി, നീ പോയിട്ട് ശ്രുതിക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്ക്, അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. ഇത് കേട്ട് സച്ചി വരുന്നുണ്ട്. അതെങ്ങനെയാ ശരിയാവും? എല്ലാവരും മറന്നോ? ശ്രുതി വ്രതത്തിലാണ്, അതുകൊണ്ട് അവള് തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ആ തിരുമേനി പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെയാ രേവതി ഉണ്ടാക്കുക? അത് സാരല്ലേ സച്ചേട്ടാ, ഇന്നത്തെ ഒരു ദിവസം അവൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം. അതൊന്നും ശരിയാവില്ലേ രേവതി? മലേഷ്യയില് ജയിലിൽ കിടക്കുന്ന ആരാ? ശ്രുതിയുടെ അച്ഛനാ. അപ്പൊ ആരാ ചെയ്യണ്ടേ? ശ്രുതിയാണ് ചെയ്യണ്ടേ. അതെങ്ങാനും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജീവിതകാലം മൊത്തം ആ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. എന്തിനാ നീ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നേ? നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ ജയിലില്. പാവം, അയാള് ഇതൊന്നും കാണാതെ നേരത്തെ അങ്ങ് പോയി. ജയിലിൽ കിടക്കുന്ന അച്ഛൻ വേഗം നാട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, സച്ചി നീ എന്താ വലിയ സ്വാമിമാര് പറയുന്ന പോലെ പറയുന്നത്? ഇതൊന്നും പറയാൻ വലിയ സ്വാമിമാരാവണ്ട, മനുഷ്യനായാ മതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ പിന്നെ അവരവരുടെ ഇഷ്ടം. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി റൂമിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി വന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട്, അവൻ പലതും പറയൂ അമ്മേ, അമ്മ അതൊന്നും കേൾക്കണ്ട. അമ്മ ശ്രുതിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. ഞാനൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല. അവൾക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അവള് തന്നെ ഉണ്ടാക്കണം. വാ ശ്രുതി, നീ അടുക്കളയിലോട്ട് വാ എന്ന് പറഞ്ഞ് ശ്രുതിയെ കൊണ്ടുപോകുന്നുണ്ട്. രേവതിയാണെങ്കില് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ പാവല്ലേ, ഞാനും പോയി ഒന്ന് സഹായിക്കട്ടെ. വേണ്ട, നീ ഇവിടെ ഇരിക്കെ. എന്നും ഈ വീട്ടിലെ ജോലി നീ തന്നെയല്ലേ ചെയ്യാറ്, ഇനി അവര് ചെയ്യട്ടെ, നീ ഇവിടെ ഇരിക്കെ. ദേഷ്യത്തോടെ ശ്രുതി ചന്ദ്രയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അടുക്കളയിൽ ചെന്നിട്ട് എന്താ ചെയ്യണ്ടേന്ന് ശ്രുതിക്ക് ഒരു പിടിയുമില്ല. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താ അങ്ങനെ നോക്കി നിൽക്കുന്നേ? ആ പാത്രം കഴുകാനോ? ആ പാത്രം കഴുകിയെടുക്ക്. അങ്ങനെ പിന്നീട് ശ്രുതിയെ കൊണ്ട് പാത്രം കഴുകിക്കുകയാണ്. അങ്ങനെ ദേഷ്യത്തോടെ ആണെങ്കിലും നല്ല വിശപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണ്ടേന്ന് കരുതി പാത്രം എല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. ആന്റി, ഞാൻ പാത്രം കഴുകി, ഇനി എന്താ? സവോള അരിയ്. സവോള മാത്രം പോരാ, പച്ചമുളകും തക്കാളിയും അരിയ്. അങ്ങനെ എല്ലാം ശ്രുതിയെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കുകയാണ്. ഇതൊക്കെ ശ്രുതി ചെയ്യുന്നുണ്ടെങ്കിലും ദേഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. സവോള ഇളക്കി കൊടുക്ക്, അത് കരിയിക്കല്ലേ എന്നൊക്കെ ഉപദേശങ്ങളൊക്കെ ചന്ദ്ര നൽകുന്നുണ്ട്. ഉപ്പ് ചേർക്കാത്ത രുചിയൊന്നും അത്ര ഇല്ലാത്ത കറിയാണ് ശ്രുതി കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എടുത്തു നിന്ന് ചന്ദ്ര എല്ലാം നോക്കി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പൊടികളും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രമാണ് ശ്രുതിയോട് ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഉപ്പെടുത്ത് ചേർക്കാൻ നേരത്ത് ചന്ദ്ര അത് പിടിച്ചു വാങ്ങുന്നുണ്ട്. നീ എന്ത് പണിയാ കാണിക്കുന്നത്? നിനക്കറിയില്ലേ ഉപ്പ് ചേർക്കാൻ പാടില്ല എന്ന്? ചന്ദ്ര എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി ഒരക്ഷരം പോലും മറുത്തു പറയുന്നില്ല. വീണ്ടും ദേഷ്യത്തോടു കൂടി തന്നെ എല്ലാ ജോലികളും ചെയ്യുന്നു. അവസാനം ഒരു അര ഗ്ലാസ് അരി കൂടെ ചന്ദ്രയെടുത്ത് പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കഴുകി അടുപ്പിൽ വെച്ചോ, വേഗം വേണം, ഇതായിട്ട് വേണ്ടേ നിനക്ക് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ചന്ദ്ര ശ്രുതിയെ കൊണ്ട് അവൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണെങ്കിൽ നേരത്തെ ശ്രുതിയെ വിളിച്ചെണീപ്പിക്കുന്നുണ്ട്. അമ്മേ, എനിക്ക് ഉറക്കം വരുന്നു. ഉറക്കം വരെ സമയം എത്രയെന്നറിയോ? ഇനി എല്ലാ ദിവസവും നേരത്തെ എണീക്കണം. 48 ദിവസവും നേരത്തെ എണീറ്റ് കുളിച്ച് വിളക്ക് വെക്കണം. രേവതിയാണെങ്കിൽ വിളക്ക് വെക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഇന്നെന്താ വിളക്ക് വെക്കാത്തെ? അമ്മ പറഞ്ഞു ഇന്ന് വെക്കണ്ട, ഞാനിപ്പോൾ വരാ എന്ന് പറഞ്ഞ് അമ്മ പോയതാ. ആണോ? എന്താ കാര്യം? അറിയില്ല അച്ഛാ. അങ്ങനെ രേവതി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിയായിട്ട് വരുന്നുണ്ട്. സച്ചിയും വരുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ രാവിലെ ജോലിക്ക് പോണെങ്കിൽ രേവതി വിളക്ക് വെക്കണമല്ലോ. അങ്ങനെ ചന്ദ്ര ശ്രുതിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. നീ പോയിട്ട് വിളക്ക് വെക്ക്. ഇതൊക്കെ കണ്ട് ശ്രുതിക്കും രേവതിക്കും രവിക്കൊക്കെ ചിരി വരുന്നുണ്ട്. അങ്ങനെ വിളക്ക് വെച്ചതിന് ശേഷം സച്ചി സവാരിക്കായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ രാവിലെ രേവതിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഭൂരി മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ശ്രീകാന്തും വർഷയും അത് കഴിച്ച് നല്ല അഭിപ്രായം പറയാണ്. ഏട്ടത്തി 2 എണ്ണം കൂടെ ഇട്ടേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചതില് ഏറ്റവും നല്ല ഭൂരി മസാലയാണ് ഏട്ടത്തി ഉണ്ടാക്കുന്നത്. എനിക്ക് പോലും ഇത്ര നന്നായിട്ട് ഭൂരി മസാല തയ്യാറാക്കാൻ പറ്റില്ല. അതേ രേവതി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്. രേവതി എന്തായാലും ഒരു റെസ്റ്റോറന്റ് തുടങ്ങുകയാണെങ്കിൽ രേവതിക്ക് നല്ല വരുമാനം കിട്ടും. അത്രയും ടേസ്റ്റ് അല്ലേ രേവതിയുടെ ഫുഡിന്? ഇത് കേട്ട് ചന്ദ്ര വരുന്നുണ്ടായിരിക്കും. ആര് തുടങ്ങുന്ന കാര്യം പറയുന്നേ? അല്ല, രേവതിയുടെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞതാ. രേവതി ഒരു റെസ്റ്റോറന്റ് തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരും. അയ്യോ വർഷേ, നീ ഇനി അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. ഇനി അവള് ഈ സ്കൂട്ടിയുടെ മുകളിൽ എല്ലാവർക്കും ഫുഡ് കൊണ്ടുകൊടുക്കാൻ പോവും. അത് നല്ലൊരു ബിസിനസ്സാ, ഡോർ ഡെലിവറി. ഒരു ലൈസൻസ് എടുത്താ വീട്ടിലെ ഫുഡ് നമുക്ക് ആർക്ക് വേണമെങ്കിൽ കൊണ്ടുകൊടുക്കാം. അതൊന്നും
ആന്റിക്ക് അറിയില്ലേ, അത് നല്ല രീതിക്ക് പൈസ സമ്പാദിക്കാൻ പറ്റിയ നല്ലൊരു കാര്യ. അയ്യോ, ഇനി ഇതിനു വേണ്ടി ഒരു വണ്ടി ഇവൾക്ക് വാങ്ങിക്കൊടുക്കും. സച്ചി ഇപ്പൊ പൂ കൊണ്ട് നടക്കാൻ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ടല്ലോ, എന്തൊക്കെയോ കാണിക്കുന്നു. ഇത് കേട്ട് രവി പറയുന്നുണ്ട്, അല്ലെങ്കിലും നിനക്ക് രേവതിയെ കുറിച്ച് എവിടെയെങ്കിലും മോശമായിട്ട് സംസാരിക്കാൻ ഒരവസരം കിട്ടിയ നീ സംസാരിക്കുമല്ലോ. നീ മിണ്ടാതിരുന്ന് ചായ കുടിക്ക്. അമ്മേ, ഞാൻ അമ്മയ്ക്ക് ഭൂരി എടുത്തുതരാം. വേണ്ട, എനിക്കെടുക്കാൻ അറിയാം. അങ്ങനെ ചന്ദ്ര എടുക്കുന്നുണ്ട്. ഇന്നെന്താ ഭൂരിയാണോ രേവതി? ആ അങ്കിളെ, നല്ല ടേസ്റ്റ് ഉണ്ട്, അങ്കിളൊന്ന് കഴിച്ചു നോക്കെന്ന് വർഷ പറയുന്നുണ്ട്. അല്ലെങ്കിലും രേവതി ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും നല്ല ടേസ്റ്റാ, അവളുടെ കൈപ്പുണ്യാണത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ശ്രുതിയും വരുന്നുണ്ട്. എന്താ അമ്മേ എന്നെ വിളിക്കാത്തത്? എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ വിളിക്കണ്ടേ? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഇന്നെന്താ ഭൂരി മസാലയാണോ? കൊള്ളാം, നല്ല വിശപ്പുണ്ട്, ഞാനിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി ഇരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ശ്രുതിയും വന്നിരിക്കുന്നുണ്ട്. അടുക്കളയിലോട്ട് പോയിട്ട് കുറച്ചുകൂടെ ഭൂരി എടുത്ത് വരുന്നുണ്ട് രേവതി. ഭൂരി മസാലയുടെ മണം അങ്ങ് ദൂരെന്ന് കിട്ടി. സച്ചി വന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഹായ് രേവതി, ഇന്ന് ഭൂരിയാണോ നീ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ സച്ചിയേട്ടാ, ഇന്ന് ഞാൻ സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ട ഭൂരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സമയത്ത് ശ്രുതി ഭൂരി എടുത്ത് പ്ലേറ്റിൽ വെക്കാൻ നേരത്ത് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. എന്താ സച്ചിയേട്ടാ വണ്ടി നിർത്തുന്നത് പോലെ സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. എന്താണ് സച്ചി, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ, നീ എന്തിനാ നിർത്താൻ പറഞ്ഞത്? അതൊന്നുമല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. ഞാന് അതാ ആ പാർലറുകാരിയോടാ പറഞ്ഞത്. അവളുടെ അടുത്ത് ഭൂരി കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അവൾക്ക് വ്രതമുള്ള കാര്യം ഇവിടെ എല്ലാവരും മറന്നോ? അങ്ങനെ എല്ലാ ഭക്ഷണം അവൾക്ക് കഴിക്കാൻ പറ്റും? മറന്നുമില്ല, എല്ലാവരും സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, അതും ഉപ്പും രുചിയൊന്നും ഇല്ലാത്ത ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും മറന്നോ? പ്രത്യേകിച്ച് അമ്മ മറക്കില്ലല്ലോ. അത് ശരിയാണല്ലോ. ശ്രുതി, നിനക്കിതൊന്നും ഓർമ്മയില്ലേ? നീ എണീറ്റ് പോയി കൈ കഴുകി. അങ്ങനെ ദേഷ്യത്തോടെ സച്ചിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ എണീറ്റ് പോയി ശ്രുതി കൈ കഴുകുന്നുണ്ട്. ശ്രുതി, കുറച്ചു നേരം നീ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉപ്പിടാത്ത കഞ്ഞി എടുത്തോണ്ട് വരാം. അതെങ്ങനെ രേവതി? അവള് തന്നെ ഉണ്ടാക്കി കഴിക്കണ്ടേ? നീ കൊടുത്ത എങ്ങനെ ശരിയാവാ? ആ ശ്രുതി, നീ തന്നെ അടുക്കള കയറി നിനക്ക് വേണ്ടത് ഉണ്ടാക്കി കഴിക്ക്. ഇത് കേൾക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട്, എനിക്കിനി ഒന്നും വേണ്ട, ഞാന് ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ. ചന്ദ്ര ശ്രുതിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് ശ്രുതിയോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ശ്രുതി ഭക്ഷണം കഴിക്കട്ടെ, നീ അവിടെ വെയിറ്റ് ചെയ്യ്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിറങ്ങാം. അത് കൊള്ളാലോ, നീ എന്തിനാ ഭക്ഷണം കഴിക്കുന്നേ? നിന്റെ ഭാര്യ വ്രതത്തിലല്ലേ, അവള് ഭക്ഷണം കഴിക്കാത്തപ്പോ നിനക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ? ഭാര്യയും ഭർത്താവും ഒന്നാണെന്ന് അച്ചമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഭാര്യ ഒരു വ്രതം എടുക്കുമ്പോ ഭർത്താവും അതേപോലെ തന്നെ വ്രതം മുന്നോട്ട് കൊണ്ടുപോകണം. അത് നിനക്കറിയില്ലേ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മലേഷ്യയിലെ ജയിലിൽ നിന്ന് അച്ഛനെ വിടും. അത് മറക്കണ്ട. എന്നാലല്ലേ മലേഷ്യയിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് വരുള്ളൂ. എന്ത് വരാൻ? അല്ല, മലേഷ്യയിലെ അച്ഛൻ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് ഉദ്ദേശിച്ചതാ. ഇപ്പൊ രേവതി ഒരു വ്രതം എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കില്ല. അല്ല രേവതി, ഞാനൊരു വ്രതം എടുക്കുകയാണെങ്കിൽ നീ ഭക്ഷണം കഴിക്കോ? അതെങ്ങനെ സച്ചിയേട്ടാ? സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഞാൻ ഭക്ഷണം കഴിക്കോ? പിന്നെ ഞാൻ തിങ്കളാഴ്ച വ്രതം എടുക്കുമ്പോ സച്ചിയേട്ടനൊന്നും കഴിക്കാറില്ലല്ലോ. ആ കേട്ടില്ലേ? അപ്പൊ ഭാര്യയും ഭർത്താവും ഒരുപോലെ എടുക്കണം. എടാ ശ്രീകാന്തെ, നിന്റെ ഭാര്യ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കോ? അതെങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുക? അവള് കഴിക്കാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. വർഷ ഭക്ഷണം കഴിക്കോ? ശ്രീകാന്ത് ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കും. എനിക്ക് വിശന്നാ ഞാനൊന്നും നോക്കില്ല, ഞാൻ ഭക്ഷണം കഴിക്കും. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമില്ലല്ലേ? സ്നേഹമൊക്കെ നിന്നോട് എനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. പക്ഷെ 2 വയറല്ലേ? വിശന്നാ ഞാൻ ഭക്ഷണം കഴിക്കും. ആ അതാണ് ശരിയെന്ന് ശ്രുതി പറയുന്നുണ്ട്. വിശന്നാ നമ്മൾ ഭക്ഷണം കഴിക്കണം. അതുപോട്ടെ, അമ്മ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛനും ഇന്നാള് എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞില്ലേ? അപ്പൊ കണ്ടോ, അവര് പരസ്പരം നല്ല സ്നേഹത്തിലാ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അമ്മ കഴിച്ചില്ലെങ്കിൽ അച്ഛൻ കഴിക്കില്ല, അച്ഛൻ കഴിച്ചില്ലെങ്കിൽ അമ്മയും കഴിക്കില്ല. അപ്പൊ എങ്ങനെ നിന്റെ ഭാര്യ വ്രതം എടുക്കുമ്പോ നീ ഭക്ഷണം കഴിക്കുക? നീ കഴിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ഇല്ലേ സച്ചി, അത് ശ്രുതിയല്ലേ വ്രതം എടുക്കുന്നത്, ശ്രുതിക്ക് കഴിക്കാലോ. ശ്രുതി നീ കഴിച്ചോ എന്ന് അച്ഛൻ പറയുന്നുണ്ട്. വേണ്ട, അങ്ങനെ പാത്രം എടുത്ത് മാറ്റുന്നുണ്ട് ചന്ദ്ര. നീ ഭക്ഷണം കഴിക്കണ്ട, അവളുടെ കൂടെ നീയും വ്രതം എടുക്ക്. എന്താ അമ്മ ഇത്? അമ്മ എന്താ കാണിക്കുന്നേ? അങ്ങനെ ശ്രുതി എണീറ്റ സീറ്റിലോട്ട് സച്ചി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഭൂരി എടുത്ത് കൊടുക്കുന്നുണ്ട് രേവതി. അച്ഛാ, നല്ല സോഫ്റ്റ് ഭൂരി, എന്താ ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയുടെ വായില് വെള്ളം വരുന്നുണ്ട്. വാ ശ്രുതി, നമുക്ക് പോവാ എന്ന് പറഞ്ഞ് ശ്രുതി വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് സച്ചിക്കൊരു കോള് വരുന്നുണ്ട്. നീലിമയായിരിക്കും. ഹലോ സച്ചി, എനിക്കൊരിടം വരെ പോകാനുണ്ടായിരുന്നു, നീ ഇപ്പൊ തന്നെ ഒന്ന് വരുമോ? എന്നെ ഡ്രോപ്പ് ചെയ്താൽ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിലോട്ട് വന്നാൽ മതി. ആ മേഡം, ഞാൻ വരാം, ഒരു 10 മിനിറ്റ് ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. സച്ചിയേട്ടാ, ഒരെണ്ണം കൂടെ കഴിക്ക്. വേണ്ട, എനിക്കൊരു ഫോറിൻ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, ഞാൻ വേഗം പോട്ടെ എന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നീലിമയെ കൂട്ടി നേരെ പോകുന്നത് ആ ട്രാവൽസിലോട്ടായിരിക്കും. ശ്രുതിയും നീലിമയെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ അതേ ട്രാവൽസിലോട്ട്. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇവിടെയാണോ ടിക്കറ്റ് എടുക്കാൻ പോവാ? അതെ, എനിക്ക് റിട്ടേൺ ടിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് പോയി കളക്ട് ചെയ്യണം, ഞാൻ പോയി വേഗം വരാമെന്ന് പറഞ്ഞ് നീലിമ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. നീലിമയെ കാണുമ്പോൾ തന്നെ നീലിമ മേഡം എന്നൊക്കെ വിളിച്ച് ആ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്.
എന്നാ ശ്രുതിയോടും പച്ചക്കള്ളാണ് ആ പെൺകുട്ടി പറഞ്ഞത്, ഇവരെ അറിയില്ല എന്നൊക്കെ. ഇതാ മേഡം, മാഡത്തിന്റെ റിട്ടേൺ ടിക്കറ്റ് ബിസിനസ് ക്ലാസ് ആണ്. അങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് നീലിമ. ഈ സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട്, മാഡത്തിനെ അന്വേഷിച്ച് രണ്ടാൾക്കാർ ഇവിടെ വന്നിരുന്നു. എന്നെ അന്വേഷിച്ചോ? ആരാ വന്നേ? ഒരു ഭാര്യയും ഭർത്താവാ. ആരാണെന്ന് പറഞ്ഞില്ലേ? മാഡത്തിന്റെ ഫ്രണ്ടാണെന്നാ പറഞ്ഞത്. അത്യാവശ്യ കാര്യം പറയാനാണ്. ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. മാഡത്തിന്റെ അച്ഛമ്മ മരിച്ചു, ആ വിവരം അറിയിക്കാനാണെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെയുള്ള കാര്യം നീ പറഞ്ഞോ? ഏയ്, കസ്റ്റമേഴ്സിന്റെ ഒരു ഡീറ്റെയിൽസും പുറത്തു പറയരുതെന്ന് ഇവിടുത്തെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വന്നവരുടെ പേര് ചോദിച്ചില്ലേ? എന്താ പേര്? അങ്ങനെ സുധി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നീലിമ ഞെട്ടിയിരിക്കുന്നുണ്ട്. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.